ബൈഉ സമറത്തി, പഴം മാത്രം വിൽക്കുന്നു. ഫലം ഒരു വൃക്ഷത്തിന്റെ ഫലം. വഹദഹ, അത് മാത്രം, അത് തന്നെ അലശജറത്തി, പറിച്ചു വിറ്റതല്ല, മരത്തിൽ നിർത്തി കച്ചവടം ചെയ്തു. ഇങ്കാന കബില ബുദുവുസ്സലാഹി, കബില ബുദുവിസ്സലാഹി, ആ ഫലം അതിന്റെ നന്മ വെളിപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ ലം യജുസ്, അത് അനുവദനീയമല്ല. അച്ചങ്ങ ഇടുമ്പോ തന്നെ കച്ചവടം ചെയ്താൽ എങ്ങനെ ശരിയാവും? എന്തോടുകൂടെ അല്ലാതെ മരം ഉൾപ്പെടെ മുറിച്ചോണ്ട് പോയിക്കോന്നല്ല കുഴപ്പമില്ല. ലമ്മജുദ, കച്ചവടം ശരിയാവുകയില്ല. ഇല്ലാ ബിശറത്തിൽ ഖത്ഇ, അല്ല മരം ഉൾപ്പെടെ കൊണ്ടുപോയിക്കോ എന്നാ കുഴപ്പമില്ല. ഇങ്കാന ബഅദഹു, അതിന്റെ നന്മ വെളിവെട്ടതിന് ശേഷമാണ് എങ്കിൽ ജാസ മുത്ലഖൻ, മരമില്ലാതെ മരത്തോടുകൂടെ രണ്ടും വരും. ബുദുവുസ്സലാഹി, എങ്ങനെയാണ് നന്മ വെളിവാകുന്നത്? യത്വീബ അക്ലുഹു, അതിന്റെ തീറ്റി നന്നാകലാണ്. വിമലായത്തലവ്വൽ, നിറമാകാത്ത ഒന്നില്, മനസ്സിലായില്ലേ? ഔ യഖുദു ബിത്തൽവീനി, അല്ലെങ്കിൽ നിറം ഇടലാണ്. ഭീമായത്തലവ്വലു, നിറമാകുന്ന ഒന്നിന്, മാങ്ങയിലൊക്കെ, മനസ്സിലായി? വൈൻബഅശജറത വസമറതഹ, ഫലവും വിറ്റു വൃക്ഷവും വിറ്റാലോ ജാസ, ജായിസാകും. മിൻ ഗൈരി ശർത്തിൽ ഖത്ഇ, അത് അതിന്റെ ഫലത്തിന്റെ നന്മ വെളിവിടുന്നതിന് മുമ്പായാലും ശരി, കുഴപ്പമില്ല. വസ്സറുൽ അഖ്ളർ, പച്ചയായ കൃഷി, നെൽപ്പാടം കച്ചവടം ചെയ്യാം, ആയിക്കോട്ടെ, കസമരത്തിനെ പോലെയാണ്. കബില ബുദുവിസ്സലാഹി, പാടം ഉൾപ്പെടെയാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ലാ യജൂസു ശിർത്തിൽ ജായിസാവുകയില്ല ബി ശിർത്തിൽ ഖത്ഇ, ഇതെടുത്തോണ്ട് മൂന്നേ കൊണ്ടുപോയി കുഴപ്പമില്ല. അവരെന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് തോന്നും തിരിഞ്ഞോ, അതൊക്കെയുള്ള പശുവിന് കൊടുക്കാമല്ലോ, ഒന്നുമില്ലെങ്കിൽ. ബഅദസ്തിദാദിൽ ഹബ്ബി, ധാന്യം അത് കട്ടിയായതിന് ശേഷമാണെങ്കിൽ യജൂസു മുത്ലഖൻ, കൊയ്യാതെയോ മുറിക്കാതെയോ, മുറിച്ചോ എങ്ങനെ ഇട്ടു. വലാ യജൂസു ബൈഉൽ ഹബ്ബി ഫീ സുംബുലി, ഹബ്ബിനെ വിൽക്കാൻ പറ്റില്ല അതിന്റെ കൊലകളിലായ നിലയില്, വേണ്ട. വലൽ ജൗസി, അക്രോട്ട് വിൽക്കാൻ പറ്റുകയില്ല. വല്ലൗസി, ലൗസും വിൽക്കാൻ പറ്റുകയില്ല. വൽ ബാഖില്ലാഇൽ അഖ്ദരി, പച്ചയായ പച്ചക്കറികളും വിൽക്കാൻ പാടില്ല. ഇല്ലാ ഫിൽ ഖിശ്റൈനി, ഇല്ല അതിന്റെ തൊലികളിലല്ലാതെ, വേണ്ട. അങ്ങനെയൊക്കെ വിൽക്കാം. അപ്പൊ തേങ്ങ വെക്കണമെങ്കിൽ പൊതിച്ചു വെക്കണമായിരിക്കും, ഇല്ല? ജൗസിനകത്ത് അതെല്ലാം പെടും. തേങ്ങ പൊതിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിലുള്ള അറിയണ്ടേ. വലൽ ജൗസി ജായിസാവില്ലെന്നല്ലേ? ഫിൽ ഖിശ്റൈനി, തൊലികളിലായ നിലയിൽ ജായിസാവില്ല എന്നല്ലേ? വലാ യജൂസു ബൈഉൽ ഹബ്ബി ഫീ സുംബുലിഹി വലൽ ജൗസി വല്ലൗസി, അക്രോട്ടും പിന്നേതാ തേങ്ങായും ഈ തോടുള്ള സാധനം എല്ലാം അതിനകത്ത് പെട്ടു, കേട്ടാ. ഫസ്ലുൻ അൽ മബീഉ, ചരക്ക്. ഖബല ഖബ്ദി, അതിനെ പിടിക്കുന്നതിന് മുമ്പുള്ള ചരക്ക്. ഈ ളമാനിൽ ബായി, ബായിന്റെ ഉത്തരവാദിത്തത്തിലാണ്. ഫൈൻ തലിബ, നശിച്ചു. ഔ അത്ലഫഹുൽ ബായിഉ, കച്ചവടക്കാരൻ തന്നെ അതിനെ നശിപ്പിച്ചു. ഫസഖൽ ബൈഉ, കച്ചവടം മുൻഫസിഖായി, ഫസഖത്ത സമനു, വില പോവുകയും ചെയ്തു. ഫൈൻ അത്ലഫഹു, ഇനി ചരക്കിനെ നശിപ്പിച്ചാല്
മുസ്തരി നശിപ്പിച്ചാൽ ഇസ്തഖറ അലൈഹി സമൻ, വില അവന്റെ മേൽ സ്ഥിരമാകും. യകൂനു ഇത്ലാഫു, അവന്റെ നശിപ്പിക്കൽ ആവുകയും ചെയ്യും. എന്താവുകയും ചെയ്യും? ഖബ്ദൻ ലഹു, അതിനെ പിടിക്കലാവുകയും ചെയ്യും. അല്ല വഇൻ അത്ലഫഹു അജ്നബിയ്യുൻ, വേറൊരാള് നശിപ്പിച്ചാലോ ലം യൻഫസിഖ്, കച്ചവടം ഫസ്ഖായില്ല. ബൽ യുഖയ്യിറുൽ മുസ്തരി, വാങ്ങിയ ആളിന് തഖീറാകാം, അയാൾക്ക് ഇഷ്ടം പ്രവർത്തിക്കാം. ബൈന യഫ്സഖ, കച്ചവടം ഫസ്ഖാക്കുന്നതിൻ്റെ ഇടയില്. എന്നിട്ട് ഇപ്പൊ യുഗ്രിമ, കടക്കാരനാക്കാം. അൽ അജ്നബിയ്യ, മറ്റേയാളെ നശിപ്പിച്ചാളിനെ വെച്ചെടുക്കണം. ആർക്ക് വേണ്ടി? ബായിന് വേണ്ടി. അൽ ഖീമത്ത, വിലയെ. ഔ യുജീസ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കച്ചവടം ജായിസാക്കിയിട്ട് യുഴ്ത്തിയ സമന, അയാൾ തന്നെ വിലയും കൊടുക്കട്ടെ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുക? പൈസ മറ്റാളായി മേടിച്ചോട്ടെ. അല്ല ഫയുഗ്രിമൽ അജ്നബിയ്യ അൽ ഖീമ, ഫയഗ്റമുൽ അജ്നബിയ്യു, കച്ചവടം ഫസ്ഖായാല്, കച്ചവടം ഫസ്ഖാകുമ്പം അജ്നബിയ്യ് കടക്കാരനാകും. ലിൽ ബായിഇ, അങ്ങനൊക്കെ ബായിന്. മനസ്സിലായോ? ഔ യുജീസാലെ, കച്ചവടം നടത്തി. വയുഴ്ത്തിയ സമന, മുസ്തരി പൈസ കൊടുക്കുകയും ചെയ്താല് വയഗ്റമുൽ അജ്നബിയ്യു, ഈ അജ്നബിയ്യ് കടക്കാരനാകും. അൽ ഖീമത്ത, ഇതിന്റെ വിലയ്ക്ക്. അപ്പം മുസ്തരി കൊടുത്താൽ മതി പൈസ. വഇദസ്തറ ശൈഅൻ, ഒരു ശൈഇനെ ഒരാൾ വാങ്ങിയാൽ ലം യജുദു, ജായിസല്ല. അയ്യബിയഹു, അതിനെ വിൽക്കാൻ പറ്റില്ല. ഹത്താ യഖ്ബിദഹു, അതിനെ പിടിക്കുന്നത് വരെ. അപ്പൊ വസ്തുവെല്ലാം കച്ചവടം ചെയ്താൽ മറിച്ച് വിൽക്കണമെങ്കിൽ പ്രമാണമെല്ലാം എഴുതിയിട്ട് വിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വിൽക്കാൻ എന്റെ മുതലുണ്ടോ? ഉണ്ടോ? എനിക്കത് പ്രമാണം കൊണ്ട് എഴുതണം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ നാട്ടിൽ ചെയ്യുന്നത്. ആ കച്ചവടം ശരിയല്ല. അങ്ങനെ കച്ചവടം ചെയ്താൽ അവന് മിൽക്കില്ലാത്തതിന് കച്ചവടം ചെയ്തല്ലേ, അത് ശരിയാവും. അപ്പൊ വസ്തു മറിച്ച് വിൽക്കുക എന്നൊക്കെ പറഞ്ഞ വെറുതെ, അത് ശരിയല്ല. കച്ചവടം ശരിയാവും. കാരണം 3 ലക്ഷം രൂപ അഡ്വാൻസ് എടുത്ത് മേടിച്ചിട്ട് അത് എഴുതിയില്ലെങ്കിൽ ആ പൈസ പോയില്ല. അപ്പൊ എനിക്ക് മിൽക്കുള്ളതാണ് ഭൂമി. അപ്പൊ ഞാനൊരു സാധനം കച്ചവടം ചെയ്യുമ്പം എനിക്ക് മിൽക്കായതേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത കച്ചവടം ചെയ്യാൻ പറ്റും. ലാക്കിൻ ബായിനുണ്ട്, കച്ചവടക്കാരനുണ്ട്. ഇൻകാനത്തമന് വിലയായാൽ ബിസിമത്തി, കടത്തിലായാൽ അയ്യസ്തബിദിലാനു, അതിനെ തൊട്ട് വേറെ പകരം വാങ്ങാം. കബല കബലി, ഇതിനെ മേടിക്കുന്നതിന് മുമ്പായിട്ട്. അവൻ വിറ്റു ബിദറായിമ, ദിർഹമിന് വിറ്റു. എന്നിട്ട് ഇപ്പൊ എഴുത്താള ദിർഹമിന് പകരം വാങ്ങി ദാബൻ, സ്വർണത്തിനെയോ ഔ സൗബൻ അവനാവതാൻ. എന്താണ് അപ്പൊ പിടിക്കൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. വൽഖമദു ഫീമാ യുങ്കലു, നീക്കം ചെയ്യപ്പെടാൻ പറ്റുന്ന സാധനമാണ് വാങ്ങിയെങ്കിൽ അതിനുള്ള പിടുത്തം അന്നഖുലു, ഇന്നടുത്തോണ്ട് പറയൽ തന്നെ നീക്കലാണ്. മിഥുലുൽ ഖുംഹി, ഗോതമ്പം വിറ്റു. വശഈരി വഫീമാ ഇത്തനാവലു ബിൽ യദി, കൈകൊണ്ടുള്ളതാണെങ്കിൽ അത്തനാവലു ഉപയോഗിക്കലാണ്. മിഥുലു സൗബി വൽ കിതാബ്. വഫീമാ സിവാഹുമാവെ അല്ലാത്തതിൽ അത്തഖ്ലിയത്തു, വിറ്റ ആള് ഒഴിവാക്കി കൊടുക്കലാണ്. മിഥുലുദ്ദാരി, വീട്ടിൽ നിറയെ കൊടുക്കണം. വല്ലർദി, ഭൂമിയുടെ അവകാശം മറ്റേ ആളിന് കൊടുക്കണം. എന്താ അപ്പോൾ സാധനം കച്ചവടം ചെയ്തു. കച്ചവടം ചെയ്തപ്പം കച്ചവടക്കാരൻ പറഞ്ഞു പൈസ തരാൻ തരത്തില്ലാളിയെന്ന്. വാങ്ങാമെന്ന് പറഞ്ഞു സാധനം തരാൻ പൈസ തരത്തില്ലെന്ന് പറഞ്ഞു. എന്തോയി? അപ്പൊ ആ കച്ചവടം നടത്തിയത് കടത്തിലാണ് കച്ചവടമെങ്കിൽ പൈസ പിന്നെ കൊടുത്താൽ മതിയല്ലോ. അപ്പം ഖാദിയാരെന്ത് ചെയ്യണം? കച്ചവടക്കാരനെ നിർബന്ധിക്കണം, കൊടുത്ത സാധനം കൊടുക്കണം. കടത്തിലാണെങ്കിൽ, രൊക്കത്തിലാണെങ്കിലോ പൈസ കൊടുക്കണം. തിരിഞ്ഞോ?
ഫഖാല അതിന് പറയാൻ വന്നു ഫലൗ ഖാലൽ ബായു കച്ചവടക്കാരൻ പറഞ്ഞു ലാ ഉസല്ലിമുൽ നബിയ ചരക്ക് തരില്ലളിയ ഹത്താ അഖ്ബില തമന പൈസ വാങ്ങി പിടിക്കുന്നത് വരെ. ഖാലൽ മുസ്തരി പറഞ്ഞു ലാ ഉസല്ലിമു തമന പൈസ ഏൽപ്പിക്കില്ല പൊന്നളിയ ഹത്താ അഖ്ബിലൽ നബിയ ചരക്കരുന്നത്. അവിടെ നോക്കണം. ഫഇൻകാന തമനു വിലയായാൽ ഫി ദിമ്മത്തി കടത്തിലാണെങ്കിൽ ഉൽസിമൽ ബായിഉ ബായിഇന് നിർബന്ധം ചെയ്യപ്പെടും ബിത്തസ്ലീമി ഏൽപ്പിച്ചു കൊടുക്കൽ കൊണ്ട്. അവലൻ ആദ്യമേ കൊടുക്കണമെന്ന് പറയും. തുമ്മ യുൽസമുൽ മുസ്തരി പിന്നെ മുസ്തരിയെ നിർബന്ധിക്കപ്പെടും ബിത്തസ്ലീമി പൈസ ഏൽപ്പിച്ചു കൊടുക്കലുണ്ട്. ഫഇൻകാന തമനു വിലയായാൽ മുഅയ്യനൻ രൊക്കമാണ് എങ്കിൽ ഉൽസിമ രണ്ടുപേരെയും നിർബന്ധിക്കപ്പെടും. മഅൻ അതെങ്ങനെ ബയ്യുമറ രണ്ടുപേരോടും കൽപ്പിക്കപ്പെടുന്നു. എന്നിട്ട് ഫൈസല്ലിമ രണ്ടുപേരും ഏൽപ്പിക്കുന്നു ഇലാ അദിലിൻ ഒരു നീതിമാനിലേക്ക്. തുമ്മൽ അദിലു പിന്നെ അദിൽ യുഴ്ത്തി എന്ത് ചെയ്യണം അയാൾ വാങ്ങണം. ലികുല്ലി വാഹിദിൻ ഓരോരുത്തർക്കും ഉള്ളതിനെ ഹഖഹു അവരുടെ ഹക്കിന് വാങ്ങണം. മുസ്തരിയാണെങ്കിൽ പൈസ മേടിക്കണം. ബായിന്റെ ചരക്ക് മേടിക്കണം. എന്നാ കൊണ്ടുപോയിക്കോ എന്നാ വിടി പോ. അങ്ങനെ രൊക്കമാണെങ്കിൽ. കടമാണെങ്കിൽ ഒരു സാധനം പറ പൈസ പിന്നെ തരാന്നല്ലേ പറഞ്ഞത്. എന്ത് ചെയ്യണം ഖാദിയാർ നിർബന്ധിക്കണമെന്ന് വേണ്ട. ഇനി രണ്ട് കച്ചവടക്കാര് തമ്മിൽ തർക്കമായി. ഒരാൾ പറഞ്ഞു കടത്തിനാ വാങ്ങിയതെന്ന്, മറ്റയാൾ പറഞ്ഞു അല്ല രൊക്കത്തിനാ വിറ്റത്. വേണ്ട. ഒരാൾ പറഞ്ഞു ഖിയാറിനെ നിബന്ധനയാക്കിക്കൊണ്ടാ വിറ്റെന്ന്, മറ്റയാൾ പറഞ്ഞു അല്ല ഖിയാറൊന്നുമില്ല അല്ലാതെ വിറ്റാണ്. മനസ്സിലായോ? ഇങ്ങനെ പോകും അടുത്ത പണി. ബാക്കി നാളെ രാവിലെ നോക്കും. 2000 നോക്കിയാലും മതി.